പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 9-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസം കർത്താവ് അവസരമൊരുക്കട്ടെ. അങ്ങനെ ദൈവകൃപ അനുഭവിച്ച് ദൈവ സാന്നിധ്യ ബോധത്തിൽ മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 15-ാം വാക്യം. ഐസയ ചാപ്റ്റർ 60 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു: ആരും കടന്നു പോകാതെ വണ്ണം നീ വിജനവും ദ്വേഷവിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ 2 കാലഘട്ടങ്ങളെ വ്യക്തമാക്കുന്നു. ഒന്ന്, ഏറ്റവും വേദനയും നിന്ദയും പ്രതികൂലവുമുള്ള ഒരു കാലഘട്ടം. 2, അവരെത്രത്തോളം നിന്ദ്യമായി പ്രതികൂലത്തിലായി അതിനൊക്കെ ഒരു പ്രതിഫലം എന്ന വണ്ണം നന്മയുടെ മഹത്വത്തിന്റെ അനുഗ്രഹത്തിന്റെ കാലഘട്ടം. നമുക്കറിയാം, ഇത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പ്രവാചകരിൽ കൂടെ പറയുന്ന അരുളപ്പാടാണ്. 60-ാം അധ്യായം ക്രൈസ്തവ ലോകത്ത് വളരെ പ്രസിദ്ധിയുള്ള വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത്. അതെ, ഇതാ നമ്മുടെ മേൽ സ്വർഗത്തിലെ പ്രകാശം പരത്തക്ക വണ്ണം പറയാണ്. ദൈവിക കൃപ നമ്മുടെ മേൽ ചൊരിയത്തക്കവണ്ണം എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ പ്രകാശമില്ലാത്ത ഒരു സമയം, അന്ധകാരമാർന്ന ഒരു സമയം, ദൈവത്തിന് തേജസ് ഉദിക്കാത്ത ഒരു സമയം, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് അവരെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നു. നാം 60-ാം അധ്യായം മുൻപോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു, എന്നാൽ പിന്നത്തേതിൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അപ്പോൾ ഈ 60-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ 14 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്നിച്ച് ഒരു ആകെ തുകയായി എടുത്താൽ ഇസ്രായേൽ ജനത്തിനോട് പ്രവാചകൻ കൂടെ ദൈവം പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ എന്നെ അനുസരിക്കാതെ എന്റെ വഴി വിട്ട് ദൈവകൃപയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഞാൻ നിങ്ങളെ പലവിധ പീഡനങ്ങളിൽ കൂടെ കടത്തിവിട്ടു. പ്രതിസന്ധികൾ, രോഗങ്ങൾ, പരാജയങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇനിയും അങ്ങനെ അല്ല. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 15-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ദ്വേഷവിഷയമായ സാഹചര്യം, പ്രതികൂലത്തിലായ അവസ്ഥ, അതിനെല്ലാം പകരമായി നിങ്ങൾ മഹത്വത്തോടെ അനുഗ്രഹത്തോടെ ആയിരിക്കും. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ നാളുകളിൽ നാം ഓരോരുത്തരും വിവിധങ്ങളായ കാരണങ്ങളാൽ വിവിധങ്ങളായ അവസ്ഥയിൽ, വേദനയിലും സങ്കടത്തിലും രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ തമ്പുരാൻ
ഈ വിശുദ്ധ ദിനം അതിരാവിലെ നമ്മോട് പറയുകയാണ്, നാം വേദനിച്ചതിന്, സങ്കടപ്പെട്ടതിന്, കണ്ണീര് ഒഴുക്കിയതിന്, കടന്നുപോയ ജീവിതത്തിന്റെ പ്രതികൂലത്തിന് പകരമായി നമ്മെ അനേകർ ദ്വേഷിച്ചപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ, അതിനൊക്കെ പകരമായി നമ്മെ നിത്യ മാഹാത്മ്യത്തോടെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ദൈവമക്കളെ, ഇന്നത്തെ ദിനം ഈ വാഗ്ദത്ത വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ഉള്ളിന്റെ നിരാശ മാറ്റട്ടെ, സന്തോഷം പകരട്ടെ. പല കാര്യങ്ങളിൽ നമുക്ക് സങ്കടമുണ്ടാകും, പ്രയാസമുണ്ടാകും, പല വേദനകൾ നമ്മെ അലട്ടുന്നുണ്ടാകും. വളരെ പെട്ടെന്ന് പല ചിന്തകളും പല അനുഭവങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കൂടെ, മനസ്സിൽ കൂടെ മിന്നി മറയുന്നുണ്ടാകും. എന്നാൽ വചനം പറയാണ്, മകനെ, മകളെ, എന്റെ ജനമായ ഇസ്രായേലേ, ഇനിയും നിങ്ങൾ ആ നിലയിലല്ല. നിങ്ങളെ ദ്വേഷിച്ചവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ നിന്ദിച്ചവർ നിങ്ങൾക്ക് പാദസേവ ചെയ്യത്തക്കവണ്ണം നിങ്ങളെ ഞാൻ നിത്യമഹാത്മ്യമാക്കി മാറ്റുന്ന ദൈവമാണ്. ഈ ഞായറാഴ്ച ദിവസം അതിരാവിലെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടേതായ കുടുംബത്തിന്റെ, കുഞ്ഞുങ്ങളുടെ, ഭാവിയുടെ, സാമ്പത്തികത്തിന്റെ, ആരോഗ്യത്തിന്റെ ഒക്കെ വിഷയത്തിൽ മനം നൊന്താണോ ഈ വാഗ്ദത്ത വചനം കേൾക്കുന്നത്? ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏൽക്കേണ്ടി വന്ന ചില ദ്വേഷ വിഷയങ്ങൾ, ഭാരങ്ങൾ, നിന്ദയുടെയും ഒറ്റപ്പെടലിന്റെയും സങ്കടങ്ങളുടെയും ദിനരാത്രങ്ങൾ, അവയൊക്കെ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനൊക്കെ പകരമായി നമ്മെ മാനിച്ച് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തമ്പുരാൻ ഉറപ്പ് തരികയാണ്, നമ്മെ നിത്യമഹാത്മ്യമാക്കി മാറ്റുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരുപക്ഷെ ചില നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയമായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിസയോ, അവർക്കൊരു ജോലിയോ, വിദേശ രാജ്യത്ത് അവർക്ക് നിൽക്കുവാനുള്ള PR അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ല, നിങ്ങൾ ചില നാളുകളായി ഭാരപ്പെടുന്ന ചില നിയമവിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ എക്സാമിനേഷനിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, എന്തുമായിക്കൊള്ളട്ടെ, അവയൊക്കെ കർത്തൃപാദപീഠത്തിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. തമ്പുരാൻ സകലത്തിന്മേലും ജയം നൽകുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിനും സങ്കടത്തിനും വിഷമത്തിനും പകരമായി നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവം. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കണ്ണുനീർ തുടയ്ക്കട്ടെ, സ്വർഗീയ സമാധാനത്താലും സന്തോഷത്താലും നമ്മെ ഏവരെയും നിറയ്ക്കട്ടെ. അങ്ങനെ ഈ ദിനം കർത്താവിനോട് ചേർന്ന് വചനപ്രകാരം ദൈവകൃപയും വിടുതലും നന്മയും അനുഭവിച്ച് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായി സ്വർഗത്തിലെ ദൈവത്തെ ഉയർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ രണ്ടാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു, വേദനിക്കപ്പെട്ടു, സങ്കടപ്പെട്ടു. എന്നാൽ അതിനൊക്കെ പകരമായി ഞങ്ങളെ ചേർക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ നിത്യമഹാത്മ്യമാക്കി മാറ്റുവാൻ തിരഞ്ഞെടുത്തിരിക്കാൻ സ്തോത്രമപ്പ. വേദനയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെ അവസ്ഥയെ പോകുന്നവർ അതിൽ നിന്നൊക്കെ ഒരു വലിയ വിടുതൽ പ്രാപിച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ സഹായിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാകണം, ദൈവകൃപയുടെ ദിനമാകണം. അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ,
ഈ വിശുദ്ധ ദിനം നമുക്കേവർക്കും അനുഗ്രഹമാവട്ടെ. നമ്മുടെ കണ്ണുനീരിനും സങ്കടത്തിനും പ്രാർത്ഥനയ്ക്കും നിശ്ചയമായും ഫലമുണ്ട്, മറുപടിയുണ്ട്, ഉത്തരമുണ്ട്. തമ്പുരാൻ പറയുന്നു, ദ്വേഷപ്പെട്ട് ഒറ്റപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട എന്നെയും നിങ്ങളെയും നിത്യമാഹാത്മ്യമായി ഉയർത്തുന്ന ദൈവം, ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളെയും കരം പിടിച്ച് സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ കാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.